ആ ബഷീറിലൂട്ടിയ അവിടെ ആ ഉണ്ട്, വിളിക്കാം. പസർമുള്ള ജാതിയാണല്ലോ. അല്ല, ആരപ്പത്? 4 ദിവസമായിട്ടും കാണാത്തോണ്ട് ഞാൻ കരുതി ആള് കാലിയായി പോയിട്ടുണ്ടാവുന്നേ. അറിയണ്ടേ? ജി വന്ന വിവരം അറിയണേ ഞാനിപ്പോളാ. കേട്ടപ്പം മണ്ടിയതാ ഞാൻ ഇങ്ങോട്ട്. അതുപോട്ടെ, എന്തൊക്കെയുണ്ട് ഹൈദ്രസ് ഖാന്റെ വിശേഷങ്ങള്? ഞമ്മക്കെന്ത് വിശേഷാ മോനെ? പെണ്ണുങ്ങൾ ആനപ്പേർ പോലെ തലങ്ങും വിലങ്ങും പെറ്റുകൂട്ടുക. ഒക്കെ കൂടി പെത്തുന്നുണ്ട് എന്നുള്ള എനിക്ക് തന്നെ അറിയില്ല. ഐറ്റിങ്ങൊക്കെ തിന്നാൻ കൊടുക്കണ്ടേ? ഞമ്മക്കതിന് വഴിയുണ്ടോ? അതുകൊണ്ട് പീടിയെന്ന് അങ്ങനെ കടം വാങ്ങണ്. ഒരു മാസം 3000 റുപ്യ പറ്റി വരും. ഞാനൊരാൾ പാഞ്ഞ് നടന്നിട്ട് വേണ്ട കടമ്പ് കിട്ടാൻ. എന്നോട് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 3000 റുപ്യ എടുത്ത് തരും. പക്ഷേ എനിക്കത് എന്നോട് അങ്ങനെ പറയാൻ പറ്റൂല. പിന്നെ എൻ്റെ കെട്ടിയൊക്കെ ഒരു നിർബന്ധം, ഓളിനി തുണി കൊടുക്കണില്ലാന്ന്. ഓക്കൊരു സാരി വേണമല്ലോ. കേടുന്നപ്പോൾ ഞാനൊക്കെ സാരി വാങ്ങി കൊടുക്കുക. എന്നോട് പറഞ്ഞപ്പോൾ 2 സാരിയൊക്കെ എനിക്ക് തരും. പക്ഷേ എനിക്കത് എന്നോട് അങ്ങനെ പറയാൻ പറ്റുമോ? അത് പറ്റൂല. പിന്നെ പോരാണെങ്കിൽ ചോറ് നൊലിച്ചിട്ട് വയ്യ. ചോറ് വെച്ചാൽ കഞ്ഞായിട്ടാ കുടിക്കൽ. എന്നോട് പറഞ്ഞാൽ ഇപ്പോൾ റിപ്പയറിങ്ങിനുള്ള ഓടും മരമൊക്കെ വാങ്ങിത്തരും. പക്ഷേ നമുക്കത് എന്നോട് അങ്ങനെ പറയാൻ പറ്റുമോ? പറ്റൂല. പിന്നെ കുട്ടിയൊക്കെ മുഴുവനും നിർബന്ധം ഞാൻ ദുബായി പോകണം. ഐറ്റിങ്ങൾക്ക് വിവരം ഉണ്ടോ? ഇവിടുന്ന് ബേപ്പൂര് പോയി വരുന്ന മാതിരിയാണ് ദുബായ്. വിസ വേണ്ടേ? വിസ എന്നോട് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വിസയൊക്കെ നേരാക്കി തരും. പക്ഷേ എനിക്കത് എന്നോട് അങ്ങനെ പറയാൻ പറ്റുമോ? അത് പറ്റൂല. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. ഈ ബഷീർ ഒരു കേരുമ്പോട്ടൻ തന്നെ. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഭാര്യ കോരി അങ്ങോട്ട് കൊടുക്കും. എന്നാ ഓനൊക്കെ ഇനി ബുദ്ധി ഓർക്കുക. ഒന്നുമില്ല ഇവിടെ, കൊണ്ടുവന്നൊക്കെ തീർന്നു. കുറച്ച് നേരത്തെ വരണ്ടേ? അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്ന്. ആരോടെങ്കിലും എന്തെങ്കിലും ചോദിച്ച് വാങ്ങാന്ന് പറഞ്ഞാൽ എന്റെ തടിമൊന്നൊരു കണ്ടാട് പോണ മാതിരിയാ. ഞമ്മക്കെന്നാ പിന്നെ കാണാം. ഏരപ്പന് അന്റെ ബാപ്പ കൊണ്ട് കൊടുക്കും പെന്നും തീപ്പട്ടി. ഒരുത്ത ദുബായിൽ നിന്ന് വന്നാണല്ലോ. മനുഷ്യനായ കുറച്ചൊരു ഉൾപ്പ് വേണം ചങ്ങായി. എന്റെ ജീവിതത്തിൽ ഒരു ഉപകാരം കിട്ടാത്തത് അതിനാ പെന്ന്. അന്നൊക്കെ ദുബായ് പാർന്നേച്ചോനെ ചവിട്ടാണോ?